നഗരത്തിന്റെ സൗന്ദര്യം നിലനിർത്താനായി നഗരത്തിലെ ജനങ്ങൾ സുഖമായി ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ ജോയിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതാണ് പറയാൻ സാധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. തിരുവനന്തപുരം നഗരം കേരളത്തിന്റെ തലസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ നഗരത്തിന്റെ ചുമതല വഹിക്കുന്നവർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോഴ് ഒരു മഴ പെയ്താൽ വെള്ളം പൊങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും തിരുവനന്തപുരം. അതോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ വലിയ പരാജയമാണ് നമ്മൾ എന്നാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ അനുഭവം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സമയബന്ധിതമായി മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ആവിഷ്കരിക്കേണ്ടത്. ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ അടുത്ത കാലത്ത് അദ്ദേഹം വിദേശയാത്രകളൊക്കെ നടത്തി വന്നിട്ടുള്ള ഒരാളാണ്. ആ വിദേശയാത്രകളിൽ നിന്ന് എങ്ങനെയാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നഗരങ്ങൾ പരിപാലിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അദ്ദേഹം തിരുവനന്തപുരത്തു കൂടി പ്രാവർത്തികമാക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ കുടുംബത്തിന്റെ സ്ഥിതി അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. സ്വന്തമായിട്ട് കിടപ്പാടമില്ലാത്ത, വരുമാനമില്ലാത്ത ഒരു കുടുംബം എന്നുള്ള നിലയിൽ നമ്മുടെ നഗരം ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരംഗത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സർക്കാർ അതിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നടപടികൾ, ആ നടപടികൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല എന്നാണ്. ഒന്നാമത്തെ കാര്യം, ആമയിഴഞ്ചാൻ തോട് തുടങ്ങുന്നത് എവിടെയാണെന്നും അവസാനിക്കുന്ന എവിടെയാണെന്നും അറിയാമെങ്കിൽ റെയിൽവേയിൽ നിന്ന് സ്വയം റെയിൽവേ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ മാലിന്യം വന്നു വീഴുന്നത് വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം നഗരഭരണത്തിന്റെ ചുമതലയുള്ള ആളുകൾക്കാണ്. കാരണം തോടുകളും ഓടകളും അതെല്ലാം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം നഗരസഭയുടെയുമാണ്. തിരുവനന്തപുരം നഗരത്തിന് കേന്ദ്ര സർക്കാർ ഏതാണ്ട് 700-800 കോടി രൂപ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊടുത്തു. എവിടെയാണ് ആ പണം ചെലവഴിച്ചത്? തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള പണം ഉപയോഗിക്കാൻ സർക്കാർ എന്തെങ്കിലും ആസൂത്രണം നടത്തിയോ? ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. അതല്ലാതെ സ്വന്തം ഉത്തരവാദിത്തം മറക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ തലയിൽ മെക്കിട്ട് കയറുന്ന സ്ഥിരം രീതി, ആ സ്ഥിരം രീതി താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് പ്രയോജനപ്പെടും. പക്ഷേ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് പ്രയോജനപ്പെടും എന്നുള്ളതിനപ്പുറത്ത് ഇനിയും ഇതുപോലെയുള്ള ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ സർക്കാരുകൾ ഈ കാര്യത്തിൽ അവരവരുടെ ഉത്തരവാദിത്തം നിറവേറ്റും.
കോർപ്പറേഷൻ ഒരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പോകുന്നത് ARDMO DRMO അല്ല, മറ്റ് താഴെ ഏറ്റവും കീഴെയുള്ള ഉദ്യോഗസ്ഥരാണ് പോകുന്നത്. അത് യോഗത്തിന് നമ്മൾ പോകുമ്പോൾ പോലും കണ്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാരും പോകാതെ അവരോട് കോർപ്പറേഷൻ കാര്യം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു മറുപടി നിങ്ങളിത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെക്കണമെന്ന് കോർപ്പറേഷൻ പറഞ്ഞാൽ പോലും അപ്പോൾ ആ യോഗത്തിൽ ചെല്ലുന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം റെയിൽവേയുടേതാണെന്നാണോ? റെയിൽവേക്ക് ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നാണ് ഞാൻ പറയുന്നത്. റെയിൽവേ മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളില്ലേ? ആ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടി പറയട്ടെ. അതെന്താ മിണ്ടാത്തത്? ആമയിഴഞ്ചൻ തോടിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് എന്താ പറയാത്തത്? അപ്പൊ അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തം മറച്ചിൽ നിന്ന് കുറ്റം മറച്ചു വെക്കാൻ വേണ്ടി റെയിൽവേ, അപ്പോ ഉത്തരവാദിത്തം നരേന്ദ്രമോദിയായല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എല്ലാ കാര്യങ്ങൾക്കും നരേന്ദ്രമോദിയുടെ തലയിൽ കയറുക എന്നുള്ളത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ്. കാരണം നിയമസഭയിൽ ആരും മിണ്ടില്ല. നഗരസഭയിൽ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകക്ഷി തന്നെ ബഹളം ഉണ്ടാക്കിയിട്ട് പിരിയും. അങ്ങനെയല്ല, നഗരസഭ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു സഭയുമായി സുഹൃത്തെ, നോട്ടീസ് നൽകിയിട്ടുണ്ട്. നോട്ടീസിന് മറുപടിയും കൊടുത്തില്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ? നടത്തിയില്ല, പ്രാബല്യത്തിൽ വരുത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം റെയിൽവേയുടേതാണ്. റെയിൽവേ എത്ര സ്ഥലത്താ ഉള്ളത്? ബാക്കി ആമയിഴഞ്ചാൻ റോഡിന്റെ നീളം എത്രയാ? ഇത് തുടങ്ങുന്നത് എവിടുന്നാ? ബേക്കറി ജംഗ്ഷൻ എന്നല്ലേ തുടങ്ങുന്നത്? അവിടെ നിന്ന് റെയിൽവേയുടെ സ്ഥലം വരെയുള്ള സ്ഥലത്ത് വരുന്ന മാലിന്യം ആരുടെ ഉത്തരവാദിത്ത? അപ്പൊ ഇത് മുഴുവൻ റെയിൽവേയുടെ തലയിൽ കിട്ടുക, എന്നിട്ട് ഒരു MP അദ്ദേഹം ഒരു കത്ത് എഴുതുക, അത് നിങ്ങളെല്ലാവരും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക. ഇത് വസ്തുതകളായിട്ട് കാണാൻ ഇനിയെങ്കിലും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കും.